രാജ്യത്ത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് വോട്ടെടുപ്പ്. 9 മണിവരെ 10.8% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ઇલેક્શન કમિશનની અનેક વ્યવસ્થાઓ હું ઇલેક્શન કમિશનનું એટલા માટે પણ અભિનંદન કરું છું કે એમણે પૂરું ઇલેક્શન કેમ્પેન વોટર ફ્રેન્ડલી મેનેજમેન્ટમાં એમણે ધ્યાન કેન્દ્રિત કર્યું છે. ઇવન આજે પણ મેં એમની એક ઘડિયાળ જોઈ, જે ઘડિયાળ મતદારને લગાતાર એલર્ટ કરે છે કે તમારું મતદાન થયું અને બધાના મોબાઈલ પર એ ઘડિયાળ અવેલેબલ છે. તો ઇલેક્શન કમિશને પણ ടെക്നോളജിનો ഭർപൂർ ഉപയോഗ કર્યો છે. കൂടുതൽ വിവരങ്ങളുമായി കർണാടകയിലെ ദാവനഗരെ മണ്ഡലത്തിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, ഉത്തർപ്രദേശിലെ മെയിൻപുരി മണ്ഡലത്തിൽ നിന്ന് ആർ അച്യുതൻ, കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്യൂവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, കർണാടകയിൽ 14 മണ്ഡലങ്ങളിലെ ജനവിധി എഴുതുന്നത് എങ്ങനെയാണ് ആദ്യഘട്ട പോളിംഗ്? വേണു, 9 മണിവരെയുള്ള കണക്കനുസരിച്ച് കർണാടകയിൽ 9.45% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കർണാടകയിലെ 14 മണ്ഡലങ്ങളാണ്, വടക്കൻ കർണാടകയിലെ 14 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് പ്രധാനപ്പെട്ട, അതായത് ഹൈദരാബാദ് കർണാടക, തീരദേശ കർണാടക ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളും തൂത്തുവാരിയതാണ്. ഈ തവണയും അത് ആവർത്തിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് BJP ഈ ഘട്ടത്തിലും പങ്കുവെക്കുന്നത്. മറ്റ് മാറി വന്ന രാഷ്ട്രീയ സാഹചര്യം അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസം അവർ അവസാന ഘട്ടത്തിലും പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ശക്തമായ മത്സരം ഈ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മത്സരമുണ്ട്, പ്രവചനാതീതമായ മത്സരമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസാന ലാപ്പിൽ അടിയൊഴുക്കുകൾ, അതായത് അടിത്തട്ടിൽ എന്താണ് അവസാന ലാപ്പിൽ പ്രവർത്തിച്ചതെന്നുൾപ്പെടെയാണ് ഇനി അറിയേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദാവനഗര മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ്. പൊതുവെ ഇവിടെ ഈ ബൂത്തിൽ വലിയ ക്യൂ ഇല്ല. രാവിലെ തൊട്ട് തന്നെ ഇവിടെ ചെറിയ, അതായത് വോട്ടർമാർ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. പൊതുവെ കർണാടകയിൽ രാവിലെ മുതൽ തന്നെ നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ രാവിലെ മുതലേ വലിയ ക്യൂകൾ ഉണ്ടാകാറില്ല. പല സമയങ്ങളിലായാണ്, ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടൊക്കെയാണ് കൂടുതൽ ഈ പോളിംഗ് ബൂത്തുകൾ സജീവമാകാറുള്ളത്. ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ക്യൂ ഇല്ല. വിരല എണ്ണാവുന്ന വോട്ടർമാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കർണാടകയിൽ പൊതുവെ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവസാന ലാപ്പിലെത്തിയ കർണാടക ഈ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഈ ലൈംഗിക അതിക്രമ കേസ് തന്നെയാണ് അവസാന മണിക്കൂറുകളിലും ചർച്ചയായത്. അതെങ്ങനെ അടിത്തട്ടിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ നിർണ്ണയിക്കുക. എന്തായാലും അതിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺഗ്രസിന് കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത മേഖലയാണ് ഈ 14 മണ്ഡലങ്ങൾ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ, ഇവിടുത്തെ ഈ മണ്ഡലങ്ങൾ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ, വോട്ടെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലുണ്ടായ ഈ കത്തിക്കയറിയ വിവാദം അത് വലിയ തോതിൽ അവർക്ക് അനുകൂലമായി മാറുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരിലൊക്കെ അവർക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ തന്നെ BJP പറയുന്നത് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ശക്തമായ മത്സരത്തിൻ്റെ ഒരു പ്രതിനിധി മണ്ഡലങ്ങളിലുണ്ടെങ്കിലും അവരുടെ ശക്തി ദുർഗങ്ങൾ, അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തകരില്ല, പൊളിയില്ല എന്ന ഒരു ആത്മവിശ്വാസം BJP അവസാന നിമിഷങ്ങളിലും പങ്കുവെക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷി, അവരുടെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ബസവരാജ ബൊമ്മെ, ജഗദീഷ് ഷട്ടാർ ഉൾപ്പെടെ ഈ തവണ, അതായത് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന കർണാടകയിലെ പ്രമുഖരാണ്. എന്തായാലും വോട്ടെടുപ്പ് ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എങ്ങനെ ഈ അവസാന ലാപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ വിവാദം എങ്ങനെ കർണാടകയിൽ പ്രതിഫലിക്കുന്നു, അടിത്തട്ടിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുക. വേണു, ശരി. കർണാടകയിലെ ദാവനഗരെ മണ്ഡലത്തിൽ നിന്നാണ് അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകിയത്. ഇനി ഉത്തർപ്രദേശിലെ മെയിൻപുരി മണ്ഡലത്തിലെ വിവരങ്ങളുമായി ആർ അച്യുതനുണ്ട്. അച്യുതൻ, എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്?
വേണു, ഞാനുള്ളത് ഗവൺമെൻറ് ഇൻ്റർ കോളേജിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ ആളുകൾ പോളിങ്ങിനായി എത്തുന്നുണ്ട്. ഒരു തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഭേദപ്പെട്ട പോളിംഗ് ശതമാനം കൂടിയാണ് ഇവിടെ മെയിൻപുരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 12.18%. ഉത്തർപ്രദേശിൽ മൊത്തത്തിൽ 12.94%. 9 മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പോളിംഗ് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഇതൊരു പ്രധാന കേന്ദ്രം കൂടിയാണ് മെയിൻപുരിയിലെ. കാരണം ഇവിടെ ഈ കോളേജിനകത്ത് തന്നെ ഏതാണ്ട് 4-5 ഇടങ്ങളിലായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. ഇവിടെ ഏറ്റുമുട്ടുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് കൂടിയായ ഡിംപിൾ യാദവും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ടൂറിസം മന്ത്രിയായിട്ടുള്ള ജയ്സ്വീർ സിംഗുമായിട്ടാണ്. എന്തായാലും ഇവിടെ വോട്ടർമാരുണ്ട്. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ചോദിച്ചു നോക്കാം. ഭയ്യ, आपका वोट किसके लिए? मेरा वोट श्रद्धेय नेताजी के लिए, युग पुरुष माननीय नेताजी की धरती है ये, उनके लिए मेरा वोट है। और यहाँ कोई हार और जीत का कोई प्रश्न चिन्ह ही नहीं उठता, यहाँ सिर्फ मार्जिन की जीत है। पिछला जो बाई इलेक्शन हुआ था उसमें कितनी जो जीत हुई थी उससे ज़्यादा जीत दिलाने की हम लोगों की सबकी कोशिश है। कौन जीतेगा? डिम्पल यादव। അവർ വോട്ടർമാർ ആണ് നമ്മളോടൊപ്പം ആ വിവരം പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഡിംപിൾ യാദവ് തന്നെ ജയിക്കും. മുലായം സിംഗിൻ്റെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇത് 1996 മുതൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിൽക്കുന്നൊരു മണ്ഡലമാണ്. മുലായം സിംഗ് 2019 ഏതാണ്ട് 90,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയെങ്കിൽ 2022 ഉപതെരഞ്ഞെടുപ്പിൽ ഡിംപിൾ യാദവ് നേടിയത് ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ പ്രതീക്ഷ, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സമാജ്വാദി പാർട്ടി ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ അധികാരത്തിലെത്തുവാനുള്ള, അത് പിടിച്ചെടുക്കുവാനുള്ള ശ്രമം കൂടി BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഇനി വോട്ട് എണ്ണുന്ന ദിവസമാണ്. എന്തായാലും നിലവിൽ ഈ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗിനായി ആളുകൾ എന്തായാലും എത്തുന്നുണ്ട്. വേണു, ശരി. ആർ അച്യുതനാണ് മെയിൻപുരി മണ്ഡലത്തിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ചേരുന്നു. രാധാകൃഷ്ണൻ, 3ാം ഘട്ട വോട്ടെടുപ്പാണ്. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പിലും ആവേശകരമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ആദ്യ മണിക്കൂറുകളിലെ വോട്ടെടുപ്പിന്റെ പുരോഗതി എങ്ങനെ വിലയിരുത്താം? വേണു, ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 9 മണിവരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പരിശോധിച്ചാൽ ആദ്യ 2 മണിക്കൂറുകൾ ഈ നിർണായകമാണ്. കാരണം ഈ ചൂട് വലിയ രീതിയിൽ എല്ലായിടത്തും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ആ സമയത്താണ് വന്ന് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 9 മണിവരെ ഏതാണ്ട് 2 മണിക്കൂർ വോട്ടെടുപ്പ് കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ 10.81% മാത്രമാണ് പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ഘട്ടങ്ങളിലേതിന് സമാനമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതോ ആയ രീതിയിലായിരിക്കും ആ പെർസെൻറ്റേജ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കണക്കും നമുക്ക് ആദ്യ 2 മണിക്കൂറുകളിലെ കണക്കും നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുക. അതിൽ അസമിൽ 10.12% വോട്ട് 9 മണിവരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ബീഹാറിൽ 10.41% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഛത്തീസ്ഗഡിൽ 13.24%, ഗോവയിൽ 13.02%, ഗുജറാത്തിൽ 9.87%, കർണാടകയിൽ 9.45%, മധ്യപ്രദേശിൽ 14.43%, മഹാരാഷ്ട്രയിൽ 6.64%, ഉത്തർപ്രദേശിൽ 12.94%, പശ്ചിമ ബംഗാളിൽ 15.85%. നമുക്ക് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ചില രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുകൾ കൂടി നടത്താൻ പറ്റുന്ന സാഹചര്യം നൽകുന്നതാണ്. അതിൽ ഈ ഗുജറാത്തിൻ്റെ കാര്യമാണ്. ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 65%-ഓളമാണ് പോളിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിന് മുകളിലേക്ക്, അഥവാ 65%-ന് മുകളിലേക്ക് വോട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് BJPയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ വലിയ രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ അത് കുറവ് വന്നു കഴിഞ്ഞാൽ അത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ നടത്തിയ പ്രചരണങ്ങൾ പ്രതിഫലിച്ചു എന്ന് വിലയിരുത്തുന്ന വിധത്തിലേക്ക് എത്തും. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന ഒരു ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ഒരു കാര്യം നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും അവർക്ക് അത്ര ശുഭസൂചന നൽകുന്ന ഒന്നല്ല. അവിടെ 6.64% വോട്ടിംഗ് മാത്രമാണ് ഈ 2 മണിക്കൂർ കൊണ്ട് നടന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ശക്തമായിട്ടുള്ള പ്രചരണം ഇന്ത്യ മുന്നണി നടത്തിയിട്ടും കഴിഞ്ഞ തവണത്തേതിന് സമാനമായിട്ടുള്ള വോട്ടിംഗ് മാത്രമേ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അത്
ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്കും തിരിച്ചടിയാണ്. അങ്ങനെ രണ്ട് പക്ഷങ്ങൾക്കും അവരുടെ ഹൃദയമിടിപ്പ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ 2 മണിക്കൂറിലെ ആ പെർസെൻറ്റേജ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എല്ലാവരും വന്ന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയും എല്ലാവരും വോട്ട് ചെയ്യണം, ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല എന്ന് എല്ലാവരും ഓർക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ശക്തി മേഖലകളിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നത് ഈ 2 പക്ഷത്തിനും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലാണ് പോകുന്നത്. അങ്ങനെ ഒരു അത്യന്തം നാടകീയമായിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അടുത്ത മണിക്കൂറുകളിൽ അതുകൊണ്ട് തന്നെ അത് വലിയ നിർണായകമായി മാറുകയും ചെയ്യും. വേണം. ശരി, ആർ രാധാകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനാഥ്, അവിടെ എങ്ങനെയാണ് പോളിംഗിന്റെ പുരോഗതി? വേണു, രാവിലെ ഞാൻ ദമനിലായിരുന്നു. ഇപ്പോൾ ദാദ്ര നഗർ ഹവേലിയിലേക്ക് വരുമ്പോഴും കാഴ്ചകൾ ഏതാണ്ട് അത് തന്നെയാണ്. അതായത് നല്ലൊരു തരത്തിൽ ആളുകൾ വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നുണ്ട്. വലിയ തിരക്ക് രാവിലെ മുതൽ കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ ദാദ്ര നഗർ ഹവേലിയിലൊരു പോളിംഗ് ബൂത്തിലെ കാഴ്ചയാണ്. വലിയ ക്യൂ അവിടെയുണ്ട്. അതിനൊപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ പരമാവധി ചെയ്ത് നൽകുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സേവനമൊക്കെ തന്നെ ഈ പ്രത്യേക ചൂടടക്കം പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഏർപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ നിന്ന ബൂത്തിൽ അത്തരം സൗകര്യങ്ങൾ കണ്ടിരുന്നില്ല. എന്നാൽ ഈ ബൂത്തിൽ അത്തരം സൗകര്യങ്ങൾ കൂടി ഉണ്ട്. കേരളത്തിലേതുപോലെ വലിയൊരു പോളിംഗ് ശതമാനം പലപ്പോഴും ഉണ്ടാവുന്നൊരു സ്ഥലമാണ് ഈ 2 മണ്ഡലങ്ങളും. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ഈ 2 ഇടങ്ങളിൽ വലിയ പോളിംഗ് ശതമാനം ഉണ്ടാവാറുണ്ട്. 70% മുകളിൽ, അത് 80% വരെ കടന്ന വർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോളിംഗിൻ്റെ ശതമാനക്കണക്കിൽ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ വോട്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ദാദ്ര നഗർ ഹവേലിയിലാണ് പിന്നെയും കുറച്ച് ആളുകൾ ഉള്ളത്. വോട്ടർമാർ ഏതാണ്ട് 2.5 ലക്ഷത്തിന് താഴെ ആളുകളുണ്ട്. ദമനിലേക്ക് വരുമ്പോൾ അത് 1 ലക്ഷം, 1.5 ലക്ഷത്തിന് ഇടയിൽ മാത്രം വരുന്ന വോട്ടർമാരാണ് ആകെയുള്ളത്. അതുകൊണ്ട് ആ തരത്തിൽ ചെറിയ ഒരു ഇടമാണെങ്കിൽ പോലും, ചെറിയ മണ്ഡലമാണെങ്കിലും ആ ശതമാനക്കണക്കിൽ വളരെ മുന്നിൽ നിൽക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 2 മണ്ഡലങ്ങളിലും വിജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം, പ്രതീക്ഷ അവർക്കുണ്ട്. അതിൽ ദാദ്ര നഗർ ഹവേലി ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുകയാണ്. അവിടെ കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത്, മോഹൻ ദേൽക്കർ. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്തു. അതിന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായുള്ള BJP നിയമിച്ച ആൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഒക്കെ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ മോഹൻ ദേൽക്കറിൻ്റെ ഭാര്യ ഇവിടെ മത്സരിക്കുമ്പോൾ ഇത്തവണ അവർ മത്സരിക്കുന്നത് BJP ടിക്കറ്റിലാണ്. അങ്ങനെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് സർക്കാർ ജോലികളിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ മലയാളി വോട്ടർമാരുടെ സാന്നിധ്യം വളരെയധികം തന്നെ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ പോയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ, പോയ ബൂത്തുകളിലൊക്കെ തന്നെ മലയാളികൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണിച്ചതാണ്. ഇപ്പോഴും അകത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അല്പസമയം മുമ്പ് കയറിപ്പോയ ആളുകൾ പോലും നിരവധി മലയാളികൾ ഈ ബൂത്തിലുമുണ്ട്. വേണു. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 3ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 93 മണ്ഡലങ്ങൾ വിധി എഴുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.